5 പേർക്ക് പുതുജീവനേകി കണ്ണൂർ പയ്യാവൂർ സ്വദേശിയായ 17-കാരി അയോണ മോൺസൺ മടക്കം. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച അയോണയുടെ അവയവങ്ങൾ 5 പേർക്കാണ് ദാനം ചെയ്തത്. നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമായി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അയോന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ഇന്നലെ അർദ്ധരാത്രിയോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അമ്മ ജോലി ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള കടുത്ത മനോവിഷമത്തിലായിരുന്നു അയോന. ആ വേർപാട് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാർ തീരുമാനിച്ചു. അയോനയുടെ വൃക്ക ആകാശമാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ആഭ്യന്തര വിമാന സർവീസ് വഴി കേരളത്തിൽ നടന്ന ആദ്യ അവയവ കൈമാറ്റമാണിത്. വിമാനത്താവളത്തിൽ നിന്ന് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഇൻഡിഗോ വിമാനത്തിൽ അവയവം 11 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കോഴിക്കോടും തലശ്ശേരിയിലുമുള്ള മറ്റ് 3 പേർക്കും അയോന ജീവശ്വാസമാകും. കട്ടിയാങ്കൽ മോൺസൺ അനിത ദമ്പതികളുടെ മകളാണ് അയോന. സംസ്കാരം നാളെ തിരൂർ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിൽ നടക്കും. മണ്ണിലേക്ക് മടങ്ങുമ്പോഴും 5 പേരിലൂടെ ലോകത്തെ നോക്കി അയോന ഇനിയും പുഞ്ചിരിക്കും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.